തമിഴ്നാട് ഇപ്പോൾ ചുഴലിക്കാറ്റ് ജാഗ്രതയിലാണ്. സന്തോഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ ഏത് മേഖലയിലാണുള്ളത്? നിലവിൽ ഈ കനത്ത കാറ്റും മഴയും ഒക്കെ ഉണ്ടോ അവിടെ, ശ്രീ സന്തോഷ്? ഞാനിവിടുന്ന് ആവടി എത്തുന്ന ആ സൈഡിലാണുള്ളത്. ആവടി ഭാഗത്ത്, വില്ലുവാക്കം ആവടി ആ റൂട്ടിലാണുള്ളത്. കാറ്റുണ്ട്, പക്ഷെ ശക്തമായ കാറ്റ് തുടങ്ങിയിട്ടില്ല. കാറ്റൊരു 5 മണി തൊട്ട് കാറ്റ് നല്ല രീതിയിൽ വീശുന്നുണ്ട്. കാറ്റിന്റെ എന്താ പറയാ, കാറ്റ് വീശുന്നുണ്ട് നന്നായിട്ട്. മഴയുണ്ടോ? മഴ വിട്ട് പെയ്യുന്നുണ്ട്. വിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞ് ചുറ്റി വരുന്ന സമയത്ത് മഴ പെയ്യും, പിന്നെയും അതേപോലെ കാറ്റിന്റെ ശക്തി കൂടുകയാണ്. ഈ എന്തൊക്കെ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ശ്രീ സന്തോഷ് അവിടെ? നമ്മുടെ പുറത്തേക്ക് ഒട്ടനവധി വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈ വിമാനത്താവളം ഉൾപ്പെടെ അടച്ചിരിക്കുകയാണല്ലോ, ചില ട്രെയിനുകളൊക്കെ വഴിതിരിച്ചു വിടുന്നു, അങ്ങനെ ഒട്ടനവധി വാർത്തകൾ വരുന്നുണ്ട്. അതെ, നമ്മുടെ മംഗലാപുരം ചെന്നൈയും മംഗലാപുരം ട്രെയിൻ വന്നിട്ട് തിരുവള്ളൂരിൽ നിന്നാക്കിയിട്ടുണ്ട്. നാട്ടിലേക്ക് വരുന്ന തിരുവള്ളൂർ ചെന്നൈയിൽ നിന്ന് മംഗലാപുരം 12601 അത് വന്നിട്ട് നമ്മള് തിരുവള്ളൂരിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം അവര് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അത് ശരി. ഇപ്പോൾ ഈ ഒട്ടനവധി മലയാളികൾ കൂടിയുള്ള ഒരു മേഖല കൂടിയാണല്ലോ ഈ. അങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കൈമാറുന്നുണ്ടോ മലയാളി സമൂഹം ഉൾപ്പെടെ, ശ്രീ സന്തോഷ്? അതെ, എല്ലാവരും ജാഗ്രതയോട് കൂടിയിട്ടാണ്. പലരും മുന്നേ കൂട്ടി തന്നെ ഇതിന്റെ ജാഗ്രതാ നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് കാരണം തന്നെ പലരും വീടുകളിൽ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി മുന്നേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വീടുകളിൽ തന്നെ തുടരുക, അങ്ങനെയാണല്ലേ? അതെ, അങ്ങനെയാണ്. ട്രെയിനുകളൊക്കെ കാലിയാണ്. ലോക്കൽ ട്രെയിൻസിലാണ് ഞാൻ ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ആളുകൾ വളരെ കുറവാണ്. പലരും നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ കുറെ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും താങ്കൾ വീട്ടിലേക്കുള്ള യാത്രയാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ഞാൻ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ 1 തിരുവള്ളൂർ വന്നിട്ട് ആ വണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ കയറിയിട്ട് തിരുവള്ളൂർക്ക് വന്നിട്ട് കേരളത്തിലേക്ക് വരികയാണോ? കേരളത്തിലേക്ക് വരികയാണ്. അത് ശരി. അപ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യുക, ശ്രീ സന്തോഷ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ച് നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നു. റഹീസ്, ഇപ്പോൾ ഒരു വാർത്ത വരുന്ന അവിടെ ATM-ൽ പണമെടുക്കാൻ എത്തിയ ആൾ ഷോക്കേറ്റ് മരിച്ചു എന്നുള്ളതാണല്ലോ. എന്താണ് സംഭവിച്ചത് റഹീസ്? റഹീസിലേക്ക് എത്താൻ ഇപ്പോൾ വരുന്നൊരു വാർത്ത ചെന്നൈ മണ്ണടിയിൽ നിന്നാണ്. അവിടെ ATM-ൽ നിന്ന് പണമെടുക്കാൻ എത്തിയ ആൾ ഷോക്കേറ്റ് മരിച്ചു. ഇത് അതിഥി തൊഴിലാളി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. KR ഗോപികൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, നേരത്തെ ഈ ചെന്നൈയിൽ വലിയ പ്രളയം ഉണ്ടായപ്പോഴത്തെ അവസ്ഥ നമ്മൾക്കറിയാം. അത് നാളുകളോളം ചെന്നൈയെ ദുരിതത്തിലാക്കിയതാണ്. ഇപ്പോൾ ഒട്ടേറെ ജാഗ്രത നിർദ്ദേശങ്ങളുണ്ട്. ഈ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാര പാത, അതിൻ്റെ വേഗമൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ അത് രാത്രിയോടെ തന്നെ ഒരുപക്ഷെ തീരം തൊട്ടേക്കും. എന്തൊക്കെ ജാഗ്രത നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ഭരണകൂടങ്ങൾ നൽകിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ, ഗോപികൃഷ്ണൻ? ഉന്മേഷ്, ഈ ഫിഞ്ചാൾ ചുഴലിക്കാറ്റ് ഇനിയിപ്പോൾ തീരം തൊടാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴും നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ്, ഇതിൻ്റെ ഒരു അപ്രവചനീയതയാണ്. കാരണം ഈ ചുഴലിക്കാറ്റ് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമായി രൂപപ്പെട്ടത് നവംബർ 23-നാണ്. അന്ന് മുതൽ നമ്മുടെ ISROയുടെ ഇസ്രോയുടെ 2 ഉപഗ്രഹങ്ങൾ, 2 ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ, 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇതിൻ്റെ സഞ്ചാരപാത നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് EOS 6 എന്നതും ഇൻസാറ്റ് 3DR, ഈ 2 സാറ്റലൈറ്റുകൾ, ഈ 2 ഉപഗ്രഹങ്ങൾ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ട അന്ന് മുതൽ ഇതിൻ്റെ സഞ്ചാരപാത നിശ്ചയിക്കുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ വിവരങ്ങളും മുൻകൂട്ടി നൽകാൻ പാകത്തിൽ അതിനെ പിന്തുടരുന്നുണ്ട്. ഇപ്പോഴും അതേ ഈ ഷിൻജാൽ ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരം, അതിൻ്റെ സഞ്ചാരപാത എങ്ങനെയാണ്, ഏതൊക്കെ ദിശയിലേക്കാണ് അത് പോകാൻ സാധ്യതയുള്ളത്, ഈ കാര്യങ്ങളിലൊക്കെ നമുക്കിപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളും അവർ നൽകുന്നുള്ള വിവരങ്ങളുമാണ്. അപ്പോഴും ഈ ഫിൻജാലിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിൻ്റെ നേരത്തെ പറഞ്ഞിരുന്നത് മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത എന്നതായിരുന്നു. പിന്നീട് അത് വീണ്ടും ഉയർന്നു. ഇപ്പോഴത് 90 മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുന്ന ഒരു ചുഴലിക്കാറ്റായിട്ടായിരിക്കും ഇത് വടക്കൻ തമിഴ്നാടിനും പുതുച്ചേരി തീരത്തിനും ഇടയിൽ, കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ഈ തമിഴ്നാടിൻ്റെ തീരം തൊടാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ടത് തമിഴ്നാടിൻ്റെ വടക്കൻ തീരദേശ മേഖലകളാണ്, തീരദേശ ജില്ലകളാണ്. അതോടൊപ്പം തന്നെ തെക്കൻ ആന്ധ്രാപ്രദേശും ഇതിൻ്റെ പരിധി
പരിധിയിലേക്ക് വരുന്നു. സ്വാഭാവികമായും കേരളത്തിലും ഇതിൻ്റെ ഒരു അനുരണനം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി 7 ജില്ലകളിൽ കേരളത്തിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിൽ ഈ ശക്തമായി തുടർച്ചയായി പെയ്യുന്ന മഴ ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപമുണ്ടാക്കുന്നതിനും പ്രളയ സമാനമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ കാരണമാകും. അതിന് സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ സാഹചര്യമുള്ള ഒരു നിലയിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച മലയാളികളായ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർ പറയുന്നത് അവിടെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ടുള്ള മഴയല്ല എന്നുള്ളതാണ്. പക്ഷേ ചിലർ പറയുന്നത് ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നാളെ പുലർച്ചെ വരെ ഒരുപക്ഷെ നേരത്തെ പ്രജിനൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജുകൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിൽ, ഈ ദിശയിൽ, ഇതേ ഇൻറ്റൻസിറ്റിയിൽ, ഈ തീവ്രതയിൽ ആണ് ചുഴലിക്കാറ്റ് തീരം തൊടാൻ പോകുന്നതെങ്കിൽ അത് സ്വാഭാവികമായ ശക്തമായ കാറ്റിനും മഴയ്ക്കും വഴിയൊരുക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതകളുണ്ട്. തമിഴ്നാട് സർക്കാർ ഈ സ്ഥിതിവിശേഷമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കേന്ദ്ര ദുരന്ത നിവാരണ സേനയും സർവ്വസജ്ജമായി തന്നെ നിലവിലുണ്ട്. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മനേഷ് മൂർത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ജാഗ്രത വേണ്ടതും ഏറ്റവും അധികം കരുതൽ ആവശ്യമായിട്ടുള്ളതും തമിഴ്നാടിൻ്റെ വടക്കൻ തീരദേശ മേഖലകളാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് കഴിയുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. ചെന്നൈ പോലെയുള്ള നഗരങ്ങൾ സുരക്ഷിതമായി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പ്രത്യേകമായി കരുതലെടുക്കേണ്ടത് ഈ അപകടകരമായ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുറസായ മേഖലകൾ, വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്കൊക്കെയാണ് ഇവർ നിൽക്കേണ്ടത്. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂളുകൾക്കൊക്കെ തമിഴ്നാട്ടിൽ ഈ ജില്ലകളിലൊക്കെ അവധി നൽകിയിട്ടുണ്ട്. കുട്ടികൾ പുറത്തിറങ്ങാതെ നോക്കുക, സ്ത്രീകൾ സുരക്ഷിതരായി നിൽക്കുക. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വളരെ വേഗം തന്നെ ഒഴിഞ്ഞ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതയുണ്ട് എന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട നമ്പറുകളിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ എല്ലാ തരത്തിലുള്ള മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സർവ്വസജ്ജമായിട്ടാണ് ഇപ്പോൾ ഫിൻജാൽ ചുഴലിക്കാറ്റ് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും അതെല്ലാം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ഇനി നമ്മൾ നോക്കുന്നത് ഫിൻജാൽ ചുഴലിക്കാറ്റ് എത്ര തീവ്രതയിലാണ് തമിഴ്നാടിന്റെ തീരം തൊടാൻ പോകുന്നത് എന്നാണ്. ശരി, KR ഗോപീഷനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒട്ടനവധി പ്രേക്ഷകർ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെ സംസാരിച്ചവരൊക്കെ അവിടെ കനത്ത കാറ്റുണ്ട്, മഴയുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നൽകിയിരുന്നു. പ്രേക്ഷകർ അയച്ചു തന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി ചെന്നൈ മലയാളികൾ അയച്ച ദൃശ്യങ്ങളാണ് ഇത്. അങ്ങനെ ചെന്നൈ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കനത്ത കാറ്റുണ്ട്, മഴയുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ അയച്ചു തന്നിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്, വാഹനങ്ങളൊക്കെ ആ വെള്ളത്തിൽ കുടുങ്ങുന്നതായി കാണുക. ആ വെള്ളക്കെട്ടിനിടയിലൂടെ ആളുകൾ നടന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ ചെന്നൈയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ അതൊക്കെ കൂടി നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ ദൃശ്യത്തിൽ ATM-ലേക്കുള്ള നടപ്പാതകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വാഹനങ്ങൾ വെള്ളക്കെട്ടിനിടയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.